കേക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടി 2 ഓറഞ്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായിട്ട് ഈ വൈറ്റ് പദം വരാതെ ഇങ്ങനെ ഓറഞ്ചിനെ ഗ്രേറ്റ് ചെയ്തെടുക്കുക. 2 ഓറഞ്ച് ഗ്രേറ്റ് ചെയ്തെടുത്തപ്പോൾ ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഓറഞ്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാം. ഓറഞ്ച് പിഴിഞ്ഞെടുത്തപ്പോൾ നമുക്ക് ഇത്രയും ജ്യൂസ് കിട്ടി. ഇനി ഒരു 1/4 ഭാഗം ജ്യൂസ് ഉണ്ട് ഇത്. ഇനി ഇതിന് 3/4 കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതിന് 1 കപ്പ് ഓറഞ്ച് ജ്യൂസ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് ഗ്രേറ്റ് ചെയ്ത ഓറഞ്ച് കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. നന്നായി വാഷ് ചെയ്ത നമുക്ക് മുന്തിരി കിസ്മിസും ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 4 ഡേറ്റ്സ് കൂടെ എടുത്തിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ചെറിയ പീസാക്കി ഇട്ട് കൊടുക്കാം. ഏത് ഡ്രൈ ഫ്രൂട്ട്സ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പം അടുപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് നന്നായി തിളച്ച് വരുന്നുണ്ട്. നമുക്കിത് കുറച്ച് നേരെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. ഈ പരുവാകുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ആറാനായിട്ട് വയ്ക്കാം. ഓറഞ്ചിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ ജാറിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 3 ദിവസം കഴിയുമ്പോൾ കേക്ക് ഉണ്ടാക്കാം.